എന്നാൽ UDF ക്യാമ്പിന്റെ കാര്യം മറ്റൊന്നാണ്. 10 വർഷമായി കാത്തിരിക്കുകയാണ്. ഇത്തവണ ഭരണം പിടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അവരുടെ പ്രതികരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നു. അതിനിടയിലും ചില വിവാദങ്ങളൊക്കെ അങ്ങനെ വരുന്നുമുണ്ട്. അത് ചില പ്രസ്താവനകൾ നടത്തി ചട്ടലംഘനം എന്നതുൾപ്പെടെയുള്ള അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന സ്ഥാനാർത്ഥികളെയും നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ UDF ക്യാമ്പിന്റെ ഈ അവസാന നിമിഷങ്ങളിൽ അവരുടെ ഒരു വിലയിരുത്തലുകൾ എന്താണ്? ആത്മവിശ്വാസം ഒട്ടും കുറയുന്നില്ലല്ലോ. ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, സ്മിത, UDF ക്യാമ്പിൽ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. 3 ആഴ്ച നീണ്ട പ്രചാരണം സമാപിക്കുമ്പോൾ UDFന് നല്ല ആത്മവിശ്വാസമുണ്ട്. അതിന് കാരണം സർക്കാരിനെതിരായ വികാരം ജനങ്ങളിൽ വലിയ തോതിൽ ശക്തമാണ് എന്നതാണ്. മാത്രമല്ല, ഈ സർക്കാർ മാറണം എന്നുള്ള വികാരവും ജനങ്ങൾക്കിടയിലുണ്ട് എന്നാണ് UDF ക്യാമ്പ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുമെന്നും UDFൻ്റെ സർക്കാർ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ രൂപീകരിക്കുമെന്നാണ് UDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. എങ്ങനെ പോയാലും പരമാവധി ഈ റിസ്ക് ഫാക്ടർ ഒഴിവാക്കി നിർത്തി ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ എടുത്താൽ പോലും തങ്ങൾ 80 സീറ്റിലേക്കെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയാണ് UDF നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരംഗമുണ്ടായാൽ ആ സംഖ്യ ഒരുപക്ഷെ 100ലേക്ക് എത്തും എന്നും UDF നേതൃത്വം കണക്കുകൂട്ടുന്നു. വടക്കൻ കേരളത്തിലാണ് UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു മേഖല. അവിടെ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ UDFന് അനുകൂലമായൊരു തരംഗം പ്രകടമായിട്ടുണ്ട് എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികളാണെങ്കിലും ഷാഫി പറമ്പിൻ്റെ പ്രചരണ പരിപാടികളിലൊക്കെ ആണെങ്കിലും ഉണ്ടായ ഒരു ജനങ്ങളുടെ പ്രതികരണം അതിൻ്റെ സൂചനയാണ്. മാറ്റത്തിൻ്റെ കാറ്റ് വടക്ക് നിന്ന് തെക്കോട്ട് വീശി തുടങ്ങുന്നു എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കാര്യമായ മെച്ചം ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ നിലവിൽ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അവിടങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടാനുള്ള ഒരു തരംഗം ജനങ്ങൾക്കിടയിലുണ്ട്, അത്തരമൊരു പ്രതികരണം ജനങ്ങൾക്കിടയിലുണ്ട് എന്നാണ് UDF നേതൃത്വം കണക്കൂട്ടുന്നത്. അതിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ സർക്കാരിനെതിരെ മാത്രമുള്ള വികാരമാകണമെന്നില്ല, മറിച്ച് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രതികരണങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും എന്ന വിലയിരുത്തലാണ് UDF നേതൃത്വം. അതുകൊണ്ട് ആ UDF ക്യാമ്പിൽ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. കേരളത്തിലെ 2,71,00,000 വോട്ടർമാരിൽ നല്ലൊരു ശതമാനം പേരും തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് UDF കണക്കാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.